സർ, ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി കമ്മീഷൻ ചെയ്തതിൻ്റെ വാർത്തകൾ പുറത്തു വന്നു. അതിൻ്റെ വിശദാംശങ്ങളൊന്നും വ്യക്തമാക്കാമോ? ഇത് INS അരിഘട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇന്ത്യൻ നേവൽ ഷിപ്പ് എന്നാണ് INS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ആദ്യത്തെ നമ്മുടെ ന്യൂക്ലിയർ പവർ സബ്മറൈൻ അന്തർവാഹിനി മുങ്ങിക്കപ്പൽ, അതിൻ്റെ പേര് അരിഹന്ത് എന്നാണ്. അരി എന്ന് പറഞ്ഞാൽ ശത്രു, ഹന്ത് ഹന്താവ്, ശത്രുവിനെ നശിപ്പിക്കുന്നവൻ എന്നാണ് അരിഹന്ത് എന്ന് പറയുന്നത്. ഇതപ്പോൾ രണ്ടാമത്തത്. ഇത് എങ്ങനെയൊക്കെ നമ്മുടെ അയൽവക്കത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളത് ഞാൻ പറയാം. ചൈനയെ, പാകിസ്ഥാനെയൊക്കെ ഇത് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് ഈ കുറച്ച് കഴിഞ്ഞ് ഈ 2017 നവംബർ 19 നിർമ്മല സീതാരാമൻ ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. കമ്മീഷൻ ചെയ്യല്ല, തുടങ്ങി വയ്ക്കുക ഈ പരിപാടി. അപ്പോൾ അന്ന് വിശാഖപട്ടണത്തെ ഡ്രൈ ഡോക്ക്, അവിടുത്തെ മറ്റേ നേവൽ ഷിപ്പ് യാർഡിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അന്ന് കരുതിയത് 3-4 വർഷത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പണി തീരും എന്നാണ്. അപ്പോൾ 2017 എന്ന് പറയുമ്പോൾ 2021 ആകുമ്പോൾ, ഇതിൻ്റെ ഇടയ്ക്ക് കോവിഡൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ആണവ അന്തർവാഹിനി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ പവർ, അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. ആണവോർജം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, അതാണ്. പിന്നെ അപ്പോൾ ഒരു സംശയം വരും, ആണവ ആയുധം ഉപയോഗിക്കുമെന്ന്. പറ്റും, അതിലേക്ക് വരാം. അപ്പോൾ 2009 INS അരിഹന്ത് വരുന്നത്. 2016 ഓഗസ്റ്റ് 26 കമ്മീഷൻ ചെയ്തു ആദ്യത്തെ ആണവ അന്തർവാഹിനി. ഇത് അരിഹന്ത് ക്ലാസ്, അതായത് ഒരു കപ്പൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്ലാസ് എന്നാണ് പറയുക. ആ വർഗത്തിൽ പെടുന്നതാണ് അരിഹന്ത് ക്ലാസ്സിലാണ് ഈ രണ്ടാമത്തതും പെടുന്നത് സ്വാഭാവികമായിട്ടും. ഇനിയുള്ളതൊക്കെ അതുപോലെയായിരിക്കും. വല്ലാതെ ഡിഫറൻസ്, വലിയൊരു അത്യാധുനികമായി വേറൊരു കപ്പൽ വരുമ്പോഴേക്ക് ക്ലാസ് മാറുള്ളൂ. അപ്പോൾ ഇതിൽ ന്യൂ ജനറേഷൻ അത്യാധുനിക സെൻസേഴ്സ് ഉണ്ട്, പെരിസ്കോപ്പ് ഒക്കെ ഉണ്ട്. മിസൈൽ ഈ വയ്ക്കാവുന്ന സംവിധാനങ്ങൾ ഇതിൽ ഇരട്ടിയാണെന്നാണ്. ഇതിനെ സംബന്ധിച്ച മിക്കവാറും കാര്യങ്ങളൊക്കെ രഹസ്യമായിരിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്നത് ഈ പ്രതിരോധ സൈറ്റുകൾ, പ്രതിരോധ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഈ സുന്ദർജി ചീഫായിരുന്നപ്പോൾ, കരസേനാ മേധാവിയായിരുന്നപ്പോൾ ഒരു യുദ്ധം പാകിസ്ഥാനുമായിട്ട് ഉണ്ടാകാം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നപ്പോൾ കുറച്ച് പത്രപ്രവർത്തകരെ എടുത്തിട്ടൊക്കെ ഈ പ്രതിരോധ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പ്രതിരോധ വകുപ്പ് പഠിപ്പിച്ചിരുന്നു. ഒരു 45 ദിവസം ആണല്ലേ? നേവി, എയർഫോഴ്സ്, കരസേന. ഞാൻ മലയാള മനോരമയിൽ അന്ന് ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ മനോരമ എന്നെ അയച്ചു ആ പരിപാടി കോഴിക്കോട്ട് നിന്ന് 45 ദിവസം പല സ്ഥലത്തും ആയിട്ട്, നോർത്തിൽ നസീറാബാദ്, ജോധ്പൂർ, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് തിയറി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. കോളേജ് ഓഫ് കോംബാറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം അതിൻ്റെ പേര് കോളേജ് ഓഫ് വാർ എന്നാണ്. മധ്യപ്രദേശിൽ മാവു എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണത്. ഈ മാവു എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ആണ് അംബേദ്കർ ജനിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ മിസൈൽ വയ്ക്കാവുന്ന ഹാച്ചുകൾ ഇതിൻ്റെ അകത്ത് ഇരട്ടി ആണ്. അപ്പോൾ മറ്റേതിനേക്കാൾ കൂടുതൽ, ആദ്യത്തെ അരിഹന്തിനേക്കാൾ കൂടുതൽ മിസൈലുകൾ ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കാൻ കഴിയും. പിന്നെ കുറച്ചുകൂടി ശക്തിയുള്ള റിയാക്ടർ, ആണവ റിയാക്ടർ കൊണ്ടാണല്ലോ ഊർജം, കൂടുതൽ ശക്തിയുള്ള റിയാക്ടറാണ്. 83 മെഗാവാട്ടിൻ്റെ റിയാക്ടറാണ് ഇതിൻ്റെ അകത്തുള്ളത്. ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ടെക്നോളജിയിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് കരുതുന്നു. ശബ്ദം, ഇതുണ്ടാക്കുന്ന ശബ്ദം വളരെ കുറവായിരിക്കും ആദ്യത്തേതിനേക്കാൾ. 750 കിലോമീറ്റർ റേഞ്ച്. ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്നത്. 750 കിലോമീറ്റർ റേഞ്ചുള്ള K-15 മിസൈലുകൾ ആണ്
ഇതിൻ്റെ അകത്തുള്ളത്. അത് പൊതുവെ ഈ ആദ്യത്തെ അരിഹന്തിലുമൊക്കെ 4 മിസൈൽ ലോഞ്ച് ട്യൂബുകൾ 4 എണ്ണം ആണ്. മുമ്പ് ഈ ചിദംബരം ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ആദ്യത്തെ അരിഹന്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴേക്കേ ഇതിൻ്റെ അകത്ത് ഇത്രയും മിസൈലൊക്കെ കയറുമെങ്കിൽ എന്തിനാണ് ഇത്രയും പണം മുടക്കുന്നത് എന്ന് പറഞ്ഞാൽ 25,000 കോടിയോ എന്തൊക്കെയാണ് ഇത് ഉണ്ടാക്കി വരാനായിട്ട് എന്നങ്ങേര് ചോദിച്ചിരുന്നു. എന്നിട്ട് കൂടുതൽ അത്രയൊക്കെ അറിവുള്ളൂ എന്ന് പറയാം, നമുക്ക് ഇത് അത്യാവശ്യമാണ്. അതെ. പക്ഷേ അത് പിന്നീട് കൂട്ടിയെടുക്കാനുള്ള സംവിധാനമൊക്കെ ഈ ആദ്യത്തേൽ ഉണ്ടാക്കി, ഈ ചിദംബരം അങ്ങനെ ചോദിച്ചതുകൊണ്ട്. അപ്പോൾ 4 മിസൈൽ ലോഞ്ച് ട്യൂബുകൾ ആണ് പൊതുവെ കാണുക. പക്ഷെ ഇതിൽ കൂടുതലുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ, കാരണം വ്യത്യാസമുള്ളതാണല്ലോ. ഓരോ ട്യൂബിലും 3 K-15 മിസൈലുകളാണ്. അപ്പോൾ 4 എണ്ണം ഉണ്ടെങ്കിൽ 4 × 3 12 മിസൈൽ എന്നുള്ളതാണ്. 750 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മധ്യ റേഞ്ചൊക്കെ ആയിട്ട് കരുതിയാൽ മതി, ലോങ് ആയിട്ട് കൂട്ടേണ്ടതില്ല. അത് 3000 2500 ഒന്നും ഇല്ലല്ലോ, 750 ഒരു മീഡിയം. ഒരു ട്യൂബിൽ വേണമെങ്കിൽ 1 K4 മിസൈലും ആകാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ മിസൈലിന് 3000 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു മിസൈൽ ലോഞ്ച് ട്യൂബിൻ്റെ അകത്ത് 3 മിസൈൽ എന്നാണ് പൊതുവെ കാണുന്നത്. പക്ഷെ ഒരു മിസൈലാകാം, പക്ഷെ അത് ലോങ് റേഞ്ച് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് 3000 കിലോമീറ്ററൊക്കെ റേഞ്ച് കാണും. അത്രയും ദൂരത്തുള്ള ടാർഗറ്റൊക്കെ തകർക്കും എന്നർത്ഥം. പക്ഷേ അരികട്ടിൽ ഇപ്പോൾ 750 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ ഉള്ളൂ. ശത്രു ഇതിൻ്റെ ഒരു തത്വം ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഈ മുങ്ങിക്കപ്പൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, മിസൈൽ അയക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ ശത്രു ഒരു ആണവായുധം നമുക്കെതിരെ പ്രയോഗിച്ചാൽ ആക്രമിക്കാനുള്ള അന്തർവാഹിനിയാണിത്. ആദ്യമേ കയറി ആണവായുധം പ്രയോഗിക്കുന്നതോ ആക്രമിക്കുന്നതോ അല്ല, പ്രയോഗിച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ K-15 എന്ന് പറഞ്ഞ ഈ മിസൈലിന് ശത്രുക്കളുടെ നിർണായക ലക്ഷ്യങ്ങൾ, ജനവാസ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കാൻ പറ്റും. ഇനി പാകിസ്ഥാനിലെ നിന്നാണ് നമുക്ക് ആക്രമണം വരുന്നതെങ്കിൽ പാകിസ്ഥാന് ഈ നമ്മുടെ അന്തർവാഹിനിയിലെ മിസൈലുകൾ എവിടെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ സിന്ധ് പ്രവിശ്യ മൊത്തം ചാമ്പലാവും. പ്രത്യേകിച്ച് സിന്ധു പ്രവിശ്യയിൽ കറാച്ചി നഗരമാണല്ലോ അവരുടെ സാമ്പത്തിക കേന്ദ്രം പാകിസ്ഥാൻ്റെ. അതൊന്നും പിന്നെ ഉണ്ടാവില്ല. ബലൂചിസ്ഥാൻ പ്രവിശ്യ മൊത്തത്തിൽ നശിപ്പിക്കാൻ പറ്റും. ബലൂചിസ്ഥാനിലെ ക്വെറ്റ നഗരം, ഗ്വാദാർ തുറമുഖ നഗരം, ഇതൊക്കെ അതിൽ പെടും. പിന്നെ പഞ്ചാബിലുണ്ടല്ലോ, പാകിസ്ഥാനിലെ പഞ്ചാബിലെ മുഖ്യ നഗരങ്ങൾ, അതായത് ലഹോർ, ഫൈസലാബാദ്, മുൾട്ടാൻ, അതൊന്നും പിന്നെ ശേഷിക്കില്ല. വടക്കൻ പഞ്ചാബിൽ ഉള്ള ഇസ്ലാമാബാദ്, അതാണല്ലോ തലസ്ഥാനം, ഇസ്ലാമാബാദ്, റാവൽപിണ്ടി, ഇതൊക്കെ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ചൈനയുടെ കാര്യത്തിൽ ബംഗാൾ ഉൾക്കടലിൽ കിഴക്ക് ഭാഗത്ത് നിന്ന് ഈ മിസൈൽ അയക്കുകയാണെങ്കിൽ, ഈ അന്തർവാഹിനിയിൽ നിന്ന് അയക്കുകയാണെങ്കിൽ ടിബറ്റ്, യുന്നാൻ പ്രവിശ്യ, പിന്നെ യുന്നാൻ പ്രവിശ്യയുടെ തലസ്ഥാനം സ്വാഭാവികമായിട്ടും കുൻമിങ്, ഇതൊന്നും പിന്നെ ഉണ്ടാവില്ല, ശേഷിക്കില്ല. അപ്പോൾ K-15 എന്ന് പറയുന്ന ഈ മിസൈൽ ഒരു അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ്, ഒരു പൂർണ്ണ ബാലിസ്റ്റിക് മിസൈലല്ല. അന്തരീക്ഷത്തിൽ നിന്ന് ഹൈപ്പർസോണിക് സ്പീഡിൽ സഞ്ചരിക്കുന്ന, പെട്ടെന്ന് ചെയ്യുന്നതാണ്. സമയം ഇതിനൊരു
കർമ്മം ചെയ്തു വരാൻ വേണ്ട സമയം ബാലിസ്റ്റിക് മിസൈലിനേക്കാൾ അത്രയും സമയം വേണ്ട, കുറവാണ്. റഷ്യയിൽ ഇസ്കന്ദർ എന്ന് പറഞ്ഞിട്ടൊരു അന്തർവാഹിനിയുണ്ട്. അതിന് സമാനമാണ് നമ്മുടെ ഈ അന്തർവാഹിനി. ഇസ്കന്ദറിൻ്റെ ഇനി ഗുണമെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് ഏതാണ്ട് അതുപോലെയായിരിക്കുന്ന അനുമാനത്തിന് വേണ്ടി 4615 കിലോ ആണ് അത്. 710-800 കിലോ ആയിരിക്കും ഒരു മിസൈൽ അതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന അനുമാനിക്കാം. ഇത്തരം വിവരങ്ങളൊന്നും പുറത്തു വിടില്ലല്ലോ. അപ്പോൾ അരിഹന്തിൽ നിന്ന് ഈ മിസൈൽ K-15 ആദ്യത്തെ അന്തർവാഹിനിയായ അരിഹന്തിൽ നിന്ന് വിശാഖപട്ടണത്ത് മിസൈൽ 3 തവണ 2018 വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പരീക്ഷിക്കാൻ പറ്റില്ല, കാരണം അത്ര ചിലവുള്ള പരിപാടിയാണ് മിസൈൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ കാൽവയ്പ്, രാജ്യാന്തര തലത്തിലൊരു വലിയ ശക്തിയായി മാറുന്നതിൻ്റെ ഒരു കാൽവയ്പ് എന്ന് പറയാം. വലിയ കാൽവയ്പ്പാണ്. ചൈനയുടെ അത്രയൊന്നും വരില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നമ്മുടെ പ്രതിരോധ ബജറ്റിൻ്റെ 4 ഇരട്ടിയാണ് ചൈനയുടെ. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി എന്തായാലും രണ്ടാമത്തെ ഈ ആണവ അന്തർവാഹിനി അതിൻ്റെ കമ്മീഷൻ ചെയ്ത് ഇനിയിപ്പോൾ പല വിവരങ്ങളും പുറത്തു വിടാൻ പറ്റാത്തതാണല്ലോ, എങ്കിൽ ഇത്രയും വിവരങ്ങൾ സാറ് വിശദമായിട്ട് തന്നെ പ്രേക്ഷകരെടുത്ത് പറഞ്ഞു കൊടുത്തു. എന്തായാലും ആളുകൾ കണ്ട് മനസ്സിലാക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.